ഒരു ഗേളിന് അട്രാക്റ്റീവ് ആകാൻ ഒരു പ്ലെയിൻ ടീഷർട്ട് മാത്രം മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും വെയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഷോർട്ട് കുർത്തി, അല്ലെങ്കിൽ ഒരു ലോങ് ഫ്രോക്ക്, അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് ടീഷർട്ട് ആയിരിക്കും. എല്ലാവരുടെയും വിചാരം കുറേയധികം പൂക്കളും കുറേയധികം ഡിസൈനും കുറേയധികം ടെക്സ്റ്റും ഒക്കെ ഉള്ള ഡ്രസ്സ് ഇടുമ്പോഴാണ് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നതെന്നാണ്. സത്യം പറഞ്ഞാൽ ക്ലീൻ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരെയാണ് ആൾക്കാർ എപ്പോഴും അഡ്മയർ ചെയ്യുന്നത്. കുറേയധികം പൂക്കളും പ്രിന്റും ടെക്സ്റ്റും ഒക്കെ ഉള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ അഡ്മിറേഷൻ കിട്ടത്തില്ല. അഡ്മിറേഷൻ കിട്ടണമെങ്കിൽ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യണം. ഒരു പ്ലെയിൻ ടീഷർട്ട് കൊണ്ട് ഇതുപോലെ ഒരു എസ്തെറ്റിക് ഔട്ട്ഫിറ്റ് നിങ്ങൾക്കും ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ ആവശ്യം ഒരു പ്ലെയിൻ ടീഷർട്ടും ഒരു ബാഗി ജീൻസോ ഒരു ബൂട്ട് കട്ട് ജീൻസോ മാത്രം മതി. ബാഗി ജീൻസ് ഇപ്പോൾ വന്ന് നല്ല കോളനിയാണ്. സോ അതുകൊണ്ട് ബൂട്ട് കട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഔട്ട്ഫിറ്റ് ഐഡിയ ആണ് പറഞ്ഞു തന്നത്, അല്ലാതെ എല്ലാവരും ഇത് കോപ്പി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് ഒരു ഗേളിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്ലെയിൻ ടീഷർട്ടിന്റെ വിലയെന്ന് പറയുന്നത് 400 to 600 ആണ്. അതേസമയം ഒരു ഫാൻസി ഡ്രസ്സിന്റെ വിലയെന്ന് പറയുന്നത് 1000 above ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, കുറേയധികം പൈസ മുടക്കി ആൾക്കാർ അറ്റൻഷൻ പിടിച്ച് പറ്റുന്നതാണോ നല്ലത്, അതോ കുറച്ച് ഇൻവെസ്റ്റ്മെന്റിൽ ആൾക്കാരെ അഡ്മിറേഷൻ കിട്ടുന്നതാണോ? പ്ലെയിൻ ടീഷർട്ട് ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കളേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാൻ വേണ്ടി പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നല്ലൊരു ഫാഷൻ കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിച്ചേക്കുക.